ഇതിനു മുകളിലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ ശ്രമിക്കണേ. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. നമ്മൾ കാണുന്നത് അമ്മയാണെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കുന്ന ടൈം ഷോക്കായി നിൽക്കുന്ന നമ്മളെ ചെക്കന നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് കൂട്ടിയിട്ട് പോകും. അവൾ അവിടുന്ന് കൂട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവക്കൊരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ ഇവളെ അമ്മ ചെയ്തെന്ന് അറിയുമ്പോൾ തന്നെ ഒരു നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവളാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ടാവുക. മാത്രമായിരിക്കൂലേ അമ്മയാണെങ്കിൽ അവളോട് പറയും, നീ ഇങ്ങനെ ഒരു മാസമായില്ല അവന്റെ കൂടെ, നീ എന്തുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യാത്തേന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ എന്തെല്ലാം ഉടായ്പ പറഞ്ഞിട്ട് മുങ്ങുന്നുണ്ടാവുമായിരിക്കെ. ഒരമ്മ ഇതുപോലത്തെ കാര്യങ്ങൾ ചോദിക്കുന്ന ടൈം ഏതൊരു പെണ്ണാണെങ്കിലും നാണം ഉണ്ടാവില്ലേ. ചെക്കനും പെണ്ണും കൂട്ടിയിട്ട് എങ്ങനെയോ അമ്മേനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുമായിരിക്കെ. എന്നിട്ട് അവളാണെങ്കിൽ അവനോട് പറയൂ, നിനക്ക് ഇങ്ങനെ വിശക്കുന്നില്ലേ, നമുക്ക് രണ്ടാക്കും പോയിട്ട് കബാബ് തിന്നാ, നമുക്ക് രണ്ടാക്കും നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാവും. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും, നീ എന്നിങ്ങനെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞത് നിന്റെ ശരിക്കുള്ള ഗേൾ ഫ്രണ്ടിന് സങ്കടാവൂലേ എന്ന് ചോദിക്കേ. അതേ ടീം അവനാണെങ്കിൽ പറയും, എനിക്കിങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മളെ പെണ്ണ് ഇത് അറിയേണ്ടിയിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കുരുട്ട് വഴിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതേ ടീം അവളാണെങ്കിൽ ചോദിക്കൂ, അപ്പോ നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെങ്കിലോ, ഇനിയൊരു ഗേൾ ഫ്രണ്ട് ആയിക്കൂടെ എന്നൊന്ന് ചോദിക്കേ. അതേ ടൈം അവനാണെങ്കിൽ അവളെ കണ്ണിൽ നോക്കിയിട്ടാണെങ്കിൽ പറയും, ഞാൻ ഇപ്പം അതിനെ കൊണ്ട് തിങ്ക് ആക്കുന്നേ ഇല്ല എന്ന് പറയൂ. ഞാൻ അവർ രണ്ടാളും ഓരോന്നും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവരെ വർക്കിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടാവുമായിരിക്കെ. അതേ ടീം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഭയങ്കര ബോറിംഗ് ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനീനെ കൊണ്ട് ഒരുപാട് കുറ്റങ്ങൾ പറയേ. ഇതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, ഇത്ര ബോറിംഗ് ആണെങ്കിൽ നീ പിന്നെ എന്തിനാ ഒരു കമ്പനിയിൽ നിൽക്കുന്നതെന്ന് ചോദിക്കും. അവനാണെങ്കിൽ പറയും, ഇങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളത് എൻ്റെ അത്രക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരു കമ്പനി നിന്ന് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷറലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഡ്രീമും എനിക്കിങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അവിടെ തന്നെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതെന്ന് പറയൂ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നീ ഒന്നുകൊണ്ടും ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്, പേടിക്കേ വേണ്ടാന്ന് പറയൂ. കേൾക്കുന്ന ടൈം അവനും ഭയങ്കര ഹാപ്പി ആകും. പിന്നെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, നമ്മളെ പെണ്ണും ആ ഒരു ലിൻക്കുള്ളൊരു കോൺടെസ്റ്റ്. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റിന്റെ വോട്ടിങ് നോക്കുന്നതാണെങ്കിൽ നമ്മളെ പെണ്ണിന് ഭയങ്കര വോട്ടിങ് കുറവായിരിക്കും. അതേ ടൈം അവളെ കൊളീഗ്സ് ആണെങ്കിൽ പറയും, നമുക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ലിൻക്കുനാണെങ്കിൽ അവക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് നിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ നിന്നേന്ന് പറയും. അതേ ടൈം നമ്മളെ മൊയ് ആണെങ്കിൽ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഞാൻ എന്തെങ്കിലും വേറൊരു വഴി കണ്ടുപിടിച്ചോളൂ എന്ന് പറയും. നമ്മളെ മൊയ് ആണെങ്കിൽ അവളെ പണ്ടത്തെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കെ. ഇവളാണെങ്കിൽ ഇതുവരെ വിളിക്കാത്ത ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കെ. ഈ ഒരു വിളിക്കുന്ന ടൈം ആയിരിക്കും അവളെ ഫ്രണ്ട്സിന്റെ കല്യാണം വരെ കഴിഞ്ഞ കാര്യം ഇവൾ അറിയുന്നുണ്ടാവുക. അങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് അവൾ അവിടെ തളർന്ന് കിടക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവും. അവൻ പറയും, എനിക്കിന്ന് എൻ്റെ സാലറി കിട്ടി, നമുക്കിന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ അതിന്റെ മാനസികാവസ്ഥയിലൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഒരു ട്രബിളിലാണ് എന്ന് പറയൂ. അവര് രണ്ടാളും വീട്ടിലിരിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, നിനക്കിപ്പോ കുറച്ച് വോട്ടാണെങ്കിൽ എന്നാ കുഴപ്പമോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, നിനക്കിവിടെ ആരും അറിയില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാം, എനിക്ക് ഉറപ്പായിട്ട് ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റൂലെന്ന് പറയും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ വിളിച്ചിട്ട് ഇവളെ കളിയാക്കുന്നുണ്ടാവും, അതായത് ഇവക്ക് വോട്ട് കുറവാണെന്ന് പറഞ്ഞിട്ട്. അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവനെ ചീത്ത വിളിക്കുന്നുണ്ടാവുമായിരിക്കെ. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഇന്ന് രാത്രി നീ എൻ്റെ കൂടെ ബാർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാളത്തേക്ക് നിന്റെ വോട്ട് ഇൻക്രീസ് ആയിരിക്കുമെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും, അതെങ്ങനെയാണെന്ന് ചോദിക്കുന്ന ടൈം അവൻ എന്തോ ഒന്ന് പറയുന്നുണ്ടാവുമായിരിക്കും, അത് നമുക്ക് കേൾപ്പിക്കുന്നുണ്ടാവില്ല. അങ്ങനെ അവളാണെങ്കിൽ അത് കേട്ടിട്ട് സന്തോഷത്തോടെ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ടാവുമായിരിക്കെ. നമ്മളെ ചെക്കനാണെങ്കിൽ ഇവള് തേടിയാ പോയെന്നുള്ളൊരു ഭാവത്തിൽ അവളെ നോക്കൂ. അങ്ങനെ അവളാണെങ്കിൽ മാറ്റിയിട്ട് പോകാൻ നോക്കുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും, എന്നാണ് നീ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നാണോ എന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ അത് അവൻ വരാൻ പറഞ്ഞേണോന്ന് പറയൂ. അപ്പൊ നമ്മളെ യു ആണെങ്കിൽ പറയും, നീ ഒറ്റക്ക് പോകണ്ട, ഇപ്പൊ രാത്രി ആയില്ലേ, ഞാനും കൂടി നിന്റെ കൂടെ വരാന്ന് പറയും. അപ്പൊ അവക്കാണെങ്കിൽ ഇവൻ വരുന്നതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ലേ. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും, എന്താ താല്പര്യം ഇല്ലേ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും, ഹേ കുഴപ്പമില്ല, വന്നോന്ന് പറയും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ഫസ്റ്റ് പോകും, നമ്മളെ പെണ്ണാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകും. ഒരു ബാറിലെത്തിയ പാട് തന്നെ നമ്മളെ പെണ്ണിന്റെ ലൈക്സ് ആണെങ്കിൽ കൂടുന്നുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു ചെക്കന് കുറെ ഫാൻസ് ഇല്ലേ, അവരാണെങ്കിൽ ഇവിടെ ഒരു വോട്ടിംഗ് സെക്ഷനിൽ ഇങ്ങനെ ലൈക്ക് ഇട്ടോ
കണ്ടോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണിന് ഇങ്ങനെ ലൈക്സ് കൂടുന്നുണ്ടാവുക. അത് മാത്രമല്ല ഇവരെ നാട്ടിലത്തെ ബാറുകളിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതുപോലെ നമുക്ക് കോറസ് എല്ലാം വെച്ചിട്ട് പാട്ട് പാടായിരിക്കും. അപ്പൊ അങ്ങനെ പാട്ട് പാടേണ്ടിയിട്ടായിരിക്കും യു വന്നിട്ടുണ്ടാവുക. അത് മാത്രമല്ല നമ്മളെ പെണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇതേ ടൈം ഈ ഒരു ഫ്രണ്ടിനാണെങ്കിൽ അതുപോലെ പാട്ട് പാടണമായിരിക്കും. പക്ഷെ യു ആണെങ്കിൽ പറയും ഞാൻ കൊന്നാലും മൈക്ക് തരൂല, എനിക്കാണ് ഫസ്റ്റ് പാട്ട് പാടേണ്ടതെന്ന് പറയും. അപ്പൊ ഫ്രണ്ടിനാണെങ്കിൽ ദേഷ്യം പിടിക്കൂലേ. അങ്ങനെ രണ്ടും കൂടിയിട്ടാണെങ്കിൽ കുഞ്ഞു മക്കളെ പോലെ ആ ഒരു മൈക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ അടി കഴിയുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവരെ അടി കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ വിചാരിക്കും ഭഗവാനെ 2 ബഗിടന്മാരെ കൂടിയാണല്ലോ ഞാൻ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് അവൾ അവിടുന്ന് നൈസായിട്ട് മുങ്ങും. അവള് പോയ പാട് നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ മൈക്ക് എടുത്തിട്ടാണെങ്കിൽ പറയും കിട്ടി, മൈക്ക് കിട്ടി, ഇനി ഞാൻ പാട്ട് പാടാൻ പോകുന്നാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടും യു ആണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് പാട്ട് പാടുന്നുണ്ടാവുമായിരിക്കും. ഇതും കണ്ടുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും ഈ ഒരു ബഗിടന്മാരാണെങ്കിൽ ശരിക്കും ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കപ്പിൾസിനെ പോലെ പെരുമാറുന്നതെന്ന് വിചാരിക്കുന്നതും പോരാണ്ട് അവളാണെങ്കിൽ ഈ ഒരു കുരുട്ടങ്ങൾ പാട്ട് പാടുന്നത് വീഡിയോ എടുത്ത് വെക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ടൈം രണ്ടാളും പറയും ഡിലീറ്റ് ആക്ക് എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഫ്രണ്ട് ആണെങ്കിൽ പറയും ഞാൻ നിന്നെ കൊണ്ടാക്കാന്ന് പറയും. അതേ ടൈം യു ആണെങ്കിൽ പറയും ഇപ്പൊ നൈറ്റ് അല്ലേ നമുക്ക് നടന്നിട്ട് പോകാന്ന് പറയും. അപ്പൊ ഇവര് രണ്ടാളും ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടി വലിക്കുന്ന ടൈം അവളാണെങ്കിൽ കൈ തട്ടി മാറ്റിയിട്ടാണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും ഒന്നും ചെയ്യണ്ട, ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ അവളെ കൂടെ തന്നെ ഈ 2 കുരുട്ടുകളും ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഫ്രണ്ടിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ വന്നിട്ട് എന്തോ ഒരു വർക്കിന് വിളിക്കുന്നുണ്ടാവും ഒരിക്കൽ. അതിങ്ങനെ ഓൺലൈൻ ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കായിരിക്കും, ഒരു ലൈവ്. അപ്പൊ അതേ ടൈം ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോകാണ്ട് ഇവരെ രണ്ടാളെയും അവിടെ ഇരിപ്പിച്ചിട്ട് അവിടുന്ന് തന്നെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് ആ ഒരു ലൈവ് ഇടുന്നുണ്ടാവും ഒരിക്കൽ. ഇവന്റെ ഈ ഒരു കളിയെല്ലാം കണ്ടിട്ട് നമ്മളെ പെണ്ണിനും യൂനും ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് രണ്ടും നടന്നു പോകാൻ നോക്കുന്ന ടൈം ഫ്രണ്ട് ആണെങ്കിൽ ചോദിക്കും നീ ഇതെവിടെ പോകുന്നതെന്ന് ചോദിക്കും. അതേ ടൈം യു ആണെങ്കിൽ പറയും നമുക്ക് രണ്ടക്കും വീട്ടിൽ പോകേണ്ട ടൈം ആയി എന്ന് പറയും. അതേ ടൈം ഫ്രണ്ട് ആണെങ്കിൽ പറയും നീ എന്തിനാണ് ഇവളെ പിന്നാലെ തന്നെ ഇങ്ങനെ പോകുന്നത്, എന്നാ നിനക്ക് ഇവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കേ. അതേ ടൈം മോയി ആണെങ്കിൽ യുവിനെ നോക്കും. പക്ഷെ യു എന്നാ മറുപടി പറയുന്നതെന്ന് കാണിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ നമ്മൾ യുവിനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും വേണ്ട എനിക്കൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കും എന്നാ നീ ഇങ്ങനെ സങ്കടത്തില് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയൂ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, നീ എന്റെ പിന്നാലെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല, എന്റെ കാര്യങ്ങൾ നീ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവുക. അതായത് ഫ്രണ്ട് ആണെങ്കിൽ നിനക്ക് ഇവളെ ഇഷ്ടമാണെന്ന് ചോദിച്ച ടൈം അവനാണെങ്കിൽ പറയൂ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു പ്രസന്റിലത്തെ നമ്മളെ ചെക്കിനാണെങ്കിൽ പറയൂ എനിക്കറിയില്ല എനിക്ക് നിന്നെ ഇഷ്ടമുള്ള കാര്യം എങ്ങനെയാണ് നിന്റെ അടുത്ത് പറയേണ്ടതെന്ന്. അപ്പൊ ആ ഒരു ടൈം അവന് പേടി ആയത് കൊണ്ടായിരിക്കും അവനായ ഒരു ഇഷ്ടമുള്ള കാര്യം പറയാണ്ട് നിന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ആ ഒരു പേപ്പറിൽ എടുത്തിട്ട് ഇതുപോലെ ചാടുന്നുണ്ടാവുമായിരിക്കും. അവനിങ്ങനെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ. അതേ ടൈം ആയിരിക്കും നമ്മൾ ലിൻകുനില്ലേ, അവളാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടാവുക എന്നാണ് നിനക്കിങ്ങനെ വോട്ട് കുറഞ്ഞത് കൊണ്ടുള്ള ദേഷ്യമാണോ എന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ മോയിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ. അപ്പൊ അവളെ കൊളീഗ്സ് ആണെങ്കിൽ പറയും നീ ഒരു സംഭവം നോക്ക് എന്ന് പറയും. നോക്കുന്ന ടൈം എന്നായിരിക്കും ഇവള് ചെയ്ത ആ ഒരു വോട്ടെല്ലാം ഉണ്ടാവൂലേ, വോട്ടെല്ലാം എന്തായിട്ട് മാറുന്ന നമ്മൾ പറയാം കള്ള വോട്ടില്ലേ, അതുപോലെ ആയിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിനും ഇതെങ്ങനെ കള്ള വോട്ട് ആയെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതേ ടൈം നമ്മളെ ഫ്രണ്ടും നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ട് സോറി പറയുന്നുണ്ടാവുമായിരിക്കും. അതായത് അവനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കൂല. ഇവർ ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം ഇല്ലേ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുള്ള വോട്ടിനാണെങ്കിൽ ഫലമില്ലാണ്ട് നിന്നിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഒരു സിസ്റ്റർ ഇല്ലേ അവളുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ ചോദിക്കും ഇങ്ങനെ വോട്ടിംഗ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയുണ്ടോ, ഒരിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ നമുക്കിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതേനു എന്ന് പറയും. അതേ ടൈം സിസ്റ്റർ ആണെങ്കിൽ പറയും നീ എന്തിനാണ് ഇങ്ങനെ ഉഡായിപ്പ് കളിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം വന്നേന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ഉഡായിപ്പ് കളിച്ചിട്ടേ ഇല്ല എന്നൊന്ന് പറഞ്ഞ ടൈം സിസ്റ്റർ ആണെങ്കിൽ ചോദിക്കും എങ്ങനെയാണ് നിനക്കിങ്ങനെ 100ന് മേലെയുള്ള വോട്ട് കിട്ടിയെന്ന് ചോദിക്കും. അത് കാണുന്ന ടൈം നമ്മളെ പെണ്ണിനും അത്ഭുതം
എന്തായിരിക്കും ഒരു സീൻ അവിടെ കട്ടായിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ എന്തല്ലോ ചോക്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതേ ടീം ഒരു മാനേജർ അല്ലേ, അവനാണെങ്കിൽ വന്നിട്ട് പറയും എന്നാ നീ ഇതൊക്കെ ഇങ്ങനെ മോയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതേ ടീം യു ആണെങ്കിൽ പറയും അവക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയും. അത് മാത്രമല്ല ഇവക്കാണെങ്കിൽ വോട്ട് കൂടാനുള്ള കാരണം ഇവനായിരിക്കും. ഇവൻ എന്തോ ഒരു പരിപാടി ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കും അവക്കാണെങ്കിൽ വോട്ട് കൂടിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു വോട്ട് കൂടെ നമ്മളെ മാനേജറും സഹായിച്ചത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ മാനേജറോട് താങ്ക് യു എന്നും പറയുന്നുണ്ടാവും. നമ്മൾ നാളെ ആണെങ്കിൽ ഒരു സ്കൂൾ ഡ്രാമ ഇടാൻ പോകുന്നുണ്ട്. ഒരു അടിപൊളി ഡ്രാമയാണ്, എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ഡ്രാമയാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു ജോണറിലത്തെ ഒരു ഡ്രാമയാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുകയെങ്കിൽ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ. ഈ ടൈം ആയിരിക്കും ഒരു ബ്ലോഗർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വരുന്നതായിരിക്കും. അതേ ടൈം ഒരു കപ്പിൾ ആണെങ്കിൽ വരുന്ന ടൈം അവനാണെങ്കിൽ ചോദിക്കും എന്നാണ് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് വാങ്ങി തന്ന സ്വീറ്റ് ആണോ എന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും ഹേ അങ്ങനെയൊന്നുമല്ല, അവിടെ ഒരു ചെക്കനെ കണ്ട അവനാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വീറ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയതാണ് എന്ന് പറയും. സംഭവം എന്നായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഈ മാളിൽ വരുന്ന എല്ലാവർക്കും സ്വീറ്റ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പറയും. അങ്ങനെ സ്കാൻ ചെയ്യുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ വോട്ട് കിട്ടും. അങ്ങനെയായിരിക്കും നമ്മളെ പെണ്ണിന് വോട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലോഗറിനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഈ ഒരു ബ്ലോഗർ ആണെങ്കിൽ പറയും നീ ഭയങ്കര സ്വീറ്റ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യുനെ പുകഴ്ത്തി പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെ പെണ്ണു ആണെങ്കിൽ ഫോണിലൂടെ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളെ കൊളീഗ്സ് ആണെങ്കിൽ കണ്ടിട്ട് പറയും വാവ് നിന്റെ ബോയ് ഫ്രണ്ട് എന്തൊരു സ്വീറ്റ് ആണെന്ന് പറയും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നമ്മളിപ്പം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലാന്ന് പറയുന്ന ടൈം കൊളീഗ്സ് ആണെങ്കിൽ പറയും നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്, ഇത്ര കാലം അവൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് അവൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നാ അവനെ പോലത്തെ ഒരുത്തനെ കിട്ടാനാണെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ യുനെ കൊണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടോ. ഈ ടീം ആ ഒരു ബ്ലോഗർ ആണെങ്കിൽ അവന്റെ ചാനലിലെ കൂടെ തന്നെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇങ്ങനെ വോട്ട് ചോദിച്ചോട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ വോട്ടിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ എത്തുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ നടന്നു വരുന്ന ടൈം ഇവനാണെങ്കിൽ പണ്ട് അതായത് ഒരിക്കൽ ഇവളെ ആണെങ്കിൽ കുറെ ചെക്കന്മാരെ ഹറാസ് ചെയ്തിട്ടില്ലേ, അതിനുശേഷം പിന്നെ ഒരിക്കലും കൂടി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതേ ടീം ആ ഒരു ചെക്കന്മാരെ കയ്യിൽ നിന്ന് അടി മൊത്തം വാങ്ങിക്കൂട്ടിയത് നമ്മളെ യു ആയിരിക്കും. നമ്മളെ മോയിനെ അവനാണെങ്കിൽ അത്രക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ചെക്കന്മാരെ കൊണ്ട് നമ്മളെ മോയിനെ തൊടിയിപ്പിക്കാൻ വരെ നമ്മളെ യു വിട്ടിട്ടുണ്ടാവില്ല. യുവിന്റെ വായിന്നാണെങ്കിൽ ബ്ലഡ് വരെ വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മളെ പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്ത കാര്യം അവൾ ഇങ്ങനെ ആലോചിക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മൾ യു ചെയ്യുന്ന ആ ഒരു ബ്ലോഗ് പരിപാടിയിലെ അതിലൂടെ കിട്ടിയ വോട്ടിലാണെങ്കിൽ നമ്മളെ പെണ്ണ് ജയിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവരെല്ലാം ആ ഒരു ജയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളെ കണ്ണെന്നാണെങ്കിൽ വെള്ളവും വരുന്നുണ്ടാവുമായിരിക്കും. കാരണം അവൻ അവക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഇപ്പം ചെയ്യുന്നുണ്ടെന്നും അവക്ക് അവനെ എത്രത്തോളം ഇഷ്ടമാന്നുള്ള കാര്യം എന്താ പറയുക അവൻ്റെ അവളെ മനസ്സിലിങ്ങനെ ഓടുകയെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. അവര് രണ്ടാളും വീട്ടിലെത്തുന്ന ടൈം അവനാണെങ്കിൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും നീ എന്തിനാണ് എല്ലാവരുടെ അടുത്തും എന്നെ ഇങ്ങനെ ഗേൾ ഫ്രണ്ടാ പറഞ്ഞെന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും നമുക്ക് കുറച്ച് ടൈമല്ലേ ഉള്ളൂ, എല്ലാവരോടും വിശദീകരിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം അങ്ങനെ ചോദിച്ചോണ്ട് ഞാനും പറഞ്ഞു അവളെന്റെ ഗേൾ ഫ്രണ്ടാ പറഞ്ഞ് അത്രേ ഉള്ളൂ എന്ന് പറയും. മോയി ആണെങ്കിൽ പറയും നീ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നത് നമ്മളിങ്ങനെ കപ്പിളല്ലേ എന്നല്ലേന്ന് ചോദിക്കേ. അതേ ടൈം യു ആണെങ്കിൽ പറയും സോറി ഞാൻ ഇങ്ങനെ അറിയാണ്ട് ട്രബിൾ ആക്കി പോയതാന്ന്, ഞാൻ ഇങ്ങനെ അറിഞ്ഞോണ്ട് ചെയ്തതല്ലാന്ന് പറയും. അതേ ടൈം മോയി ആണെങ്കിൽ പറയും ഇതിന് നീ ഉറപ്പായിട്ട് ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് പറയും. ഇതിന് വേണ്ടിയിട്ട് നീ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയേ. എന്നിട്ട് അവനോട് ചോദിക്കും നിനക്ക് അങ്ങനെ സമ്മതാണോ എന്ന് ചോദിക്കും. അതായത് ഇവളെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാൻ സമ്മതാണോ എന്ന് ചോദിക്കും. അഭിനയിക്കാൻ മാത്രമല്ലേ ബോയ് ഫ്രണ്ട് ആയിട്ട് കോപ്പറേറ്റും ചെയ്യണം. ഏതൊരു രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അങ്ങനെ ഈ ഒരു സീന് കാണിച്ചിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി ആകെ ഒരൊറ്റ എപ്പിസോഡ് കൂടിയുള്ളൂ. അത് മാത്രമല്ല ഇവനാണെങ്കിൽ ഇവളോട് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അവന് പറയാനുള്ളൊരു ഗ്യാപ്പ് വരെ അവൾ കൊടുത്തിട്ടുണ്ടാവില്ല. അമ്മേൻ്റെ എന്നെ മോള്. ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ.